എക്സ് ആൻഡ് വൈ ക്രോമസോമിൽ വരുന്ന മെയിൽസിൽ വരുന്ന എല്ലാ ജീനുകളും എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ മെയിൽസിലാണ് ഈ എക്സ് ലിങ്ക്ഡ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ മെയിൽസിലാണ്. മെയിൽസിൽ ഇതിന്റെ ചാൻസ് പറയുന്നത് എങ്ങനെയാണ്? മെയിൽസിൽ ഒരു 8% ഓഫ് പോപ്പുലേഷനും ഇത് അഫക്റ്റ് ചെയ്യും. അതായത് 100 മെയിൽസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 പേർക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ ഫീമെയിൽസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിൽ 0.4% ആൾക്കാരെ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. അതായത് 1000 ഫീമെയിൽസിനെ എടുത്തു കഴിഞ്ഞാൽ 4 ഫീമെയിൽസിന് മാത്രമേ ഇങ്ങനത്തെ എക്സ് ലിങ്ക്ഡ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ ആണല്ലോ. നമ്മൾ ഫീമെയിൽസിനെ എടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ കണ്ടീഷനിലേക്ക് പോകാം. കളർ ബ്ലൈൻഡ്നെസിന്റെ ഫീമെയിൽസിന്റെ കണ്ടീഷനിലേക്ക് പോകാം. ഫീമെയിൽസിന്റെ കളർ ബ്ലൈൻഡ്നെസിന്റെ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലിന് XX എന്ന് റെപ്രസെന്റ് ചെയ്യാം. XX നോർമൽ ഫീമെയിൽസ് ആണ്. എന്നാൽ XC എന്ന് എഴുതാം. ഈ XC കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവർക്ക് അഫക്റ്റഡ് ആവുക. അപ്പൊ XC കണ്ടീഷൻ എന്ന് വന്നു കഴിയുമ്പോൾ ഇവർ അഫക്റ്റഡ് ആയിരിക്കും. കാര്യം ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ അഫക്റ്റഡ് ആവുകയുള്ളൂ. കാര്യം നമ്മൾ പറഞ്ഞു റെസസീവ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് റെസസീവ് കണ്ടീഷനിൽ മാത്രമേ ഈ ഒരു അസുഖം എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ. ഇനിയും XC എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പറഞ്ഞു റെസസീവ് കണ്ടീഷനാണ്. ക്യാപിറ്റൽ T സ്മോൾ t എന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ T മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക, സ്മോൾ t എക്സ്പ്രസ് ചെയ്യുകയില്ല. അതുപോലെ ഇവിടെ ഇവർ റെസസീവ് ആണ്. ഇവിടെ സ്മോൾ t റെസസീവ് ആയതുപോലെ തന്നെ ഇത് കളർ ബ്ലൈൻഡ്നെസിന്റെ ജീൻ ഇവിടെ റെസസീവ് ആണ്. അപ്പൊ ഇവിടെ നോർമൽ ജീൻ ഉണ്ട്. ആ നോർമൽ ജീൻ എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർ നോർമൽ ആയിരിക്കും. പക്ഷേ ഇവർക്ക് അടുത്ത ജനറേഷനിലേക്ക് ഈ എക്സ് ക്രോമസോമിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർ നോർമൽ ആണ്, ബട്ട് ക്യാരിയർ ആയിരിക്കും. അതായത് അടുത്ത ജനറേഷനിലേക്ക് അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ജീനിനെ പാസ് ചെയ്യിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഒരു ക്രോമസോമിനെ അവർക്ക് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യിക്കാൻ കഴിയും. ഇങ്ങനെ 3 എണ്ണങ്ങളാണ് ഫീമെയിൽസിലുള്ള കണ്ടീഷൻ. ഈ 3 എണ്ണമാണ് നോർമൽ ബട്ട് ക്യാരിയർ കണ്ടീഷൻ ആൻഡ് അഫക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇങ്ങനെ 3 എണ്ണമാണ് ഫീമെയിൽസിൽ വരുന്ന കണ്ടീഷൻസ്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു ഫീമെയിൽസിൽ 3 കണ്ടീഷനാണുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ മെയിൽസിൽ വരുമ്പോൾ മെയിൽസിൽ 2 കണ്ടീഷനാണുള്ളത്. മെയിൽസ് XY ആണ് അല്ലെ. അപ്പൊ XY എന്ന് വരാം. XY എന്ന് വന്നു കഴിഞ്ഞാൽ അത് നോർമൽ ആയിരിക്കും. ഇനി അടുത്തത് XCY എന്ന് വരാം. XCY എന്ന് പറയുമ്പോൾ അഫക്റ്റഡ് ആണ്. കാര്യം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു എക്സ് ക്രോമസോംസിലെ ജീനുകൾക്ക് ഒരു കോപ്പിയേ ഉള്ളൂ, ഹെമിസൈഗസ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഓൾവേസ് വിൽ ഗെറ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞു. എക്സ് ക്രോമസോമിലെ വൈ ക്രോമസോമിലെ ജീനൊക്കെ എങ്ങനെ വന്നാലും അത് എക്സ്പ്രസ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ XCY എന്ന് ഇങ്ങനെ 2 കണ്ടീഷൻ മാത്രമേ വരികയുള്ളൂ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ നോർമൽ മാൻ ക്യാരീസ് ആൻ അഫക്റ്റഡ് വുമൺ എന്നുമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. എ നോർമൽ മാൻ മാരീസ് ആൻ അഫക്റ്റഡ് വുമൺ. നോർമൽ മാൻ എന്ന് പറയുമ്പോൾ XY. നോർമൽ മാൻ മാരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് ഇങ്ങനെ ക്ലോസ് ഇട്ടാണ് കാണിക്കുക. ഇൻ മാരീസ് ആൻ അഫക്റ്റഡ് വുമൺ മീൻസ് XC ആണ് അഫക്റ്റഡ് വുമൺ. നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയിരുന്നു അല്ലെ. അപ്പൊ ഇവർക്കുണ്ടാകുന്ന ഗ്യാമീറ്റ്സ് X ഗ്യാമീറ്റും ഉണ്ടാകാം, Y ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകാം. ഇവർക്ക് XC ഉള്ള ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമായിരിക്കും ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ XC, ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ XCY. ഇത് എന്താണ്? ഇത് ക്യാരിയർ ആണ്. അപ്പൊ നോർമൽ ആണ് ബട്ട് ക്യാരിയർ. ഇപ്പൊ ഇവിടെ നോർമൽ ആയിട്ടിരിക്കുന്നവരാണ് ഇവര് ക്യാരിയർ ആണ്. ക്യാരിയർ എന്ന് പറയുമ്പോൾ ഇവര് നോർമൽ ആണ്, ഇവര് അഫക്റ്റഡ് ആണ്. ഇത് മെയിൽ അല്ലേ? മെയില് ഇവര് അഫക്റ്റഡ് ആണ്. അപ്പൊ ഇവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. ഇതാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. ഞാൻ നേരെ തിരിച്ചു വരികയാണ്. ഇതാണ് ഒരു കണ്ടീഷൻ. നോർമൽ മെയിൽ അഫക്റ്റഡ് ഫീമെയിലിനെ കല്യാണം കഴിച്ചാൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇങ്ങനെയാണ്. നോർമൽ ബട്ട് ക്യാരിയർ ഫീമെയിൽസ് ആയിരിക്കും, അഫക്റ്റഡ് മെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ആൺകുഞ്ഞുങ്ങൾക്കും ഈ അസുഖം ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാം 100% ബോയ്സും അല്ലെങ്കിൽ 100% സണ്ണും അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ അല്ല, 100% എല്ലാ ആൺകുട്ടികളും അഫക്റ്റഡ് ആയിരിക്കും. ഇങ്ങനത്തെ അസുഖം ഉള്ളവരായിരിക്കും എല്ലാ ആൺകുട്ടികളും. കാരണം ആൺകുഞ്ഞിന് വേണ്ട എക്സ് ക്രോമസോം കൊടുക്കുന്നത് അമ്മയാണ്. അമ്മയുടെ 2 എക്സ് ക്രോമസോമിലും കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണമായ ജീൻ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ആൺകുഞ്ഞ് ഉറപ്പായിട്ടും അഫക്റ്റഡ് ആയിരിക്കും. ഫീമെയിൽസ് 100% നോർമൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. കാരണം ഇവർക്ക് ഒരു കോപ്പി മാത്രമേ കിട്ടുന്നുള്ളൂ, ഒരു നോർമൽ കോപ്പി ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവര് 100% അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് എടുക്കാം. നേരെ തിരിച്ച്
നോർമൽ ഫീമെയിലും അഫക്റ്റഡ് മെയിലും തമ്മിലുള്ള ഒരു മാരേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, നോർമൽ ഫീമെയിലും അഫക്റ്റഡ് മെയിലും, അപ്പോൾ XCY അഫക്റ്റഡ് മെയിലും നോർമൽ ഫീമെയിലും തമ്മിൽ ഉള്ള ഒരു ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാകാം. XC ഉള്ള ഗ്യാമീറ്റും Y ഉള്ള ഗ്യാമീറ്റും. ഇവിടെ നിന്ന് ഒരു ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവുകയുള്ളൂ, നോർമൽ X ഉള്ള ഗ്യാമീറ്റ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ XCX, ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ XY. അപ്പോൾ അച്ഛന് അസുഖം ഉണ്ടായാൽ ഒരിക്കലും മകൻ അസുഖം ഉണ്ടാവുകയില്ല. എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസുഖം അച്ഛൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും മകൻ ഉണ്ടാവില്ല. കാര്യം അച്ഛൻ മകന് കൊടുക്കുന്ന Y ക്രോമസോമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇങ്ങനെയുള്ള എക്സ് ക്രോമസോംസിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അത് ഫാദറിൽ നിന്നും ഇങ്ങനെയുള്ള എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു മെയിലിൽ നിന്നും അടുത്ത ജനറേഷനിലുള്ള ഫീമെയിലിലേക്ക് പോകും, ആ ഫീമെയിൽ വഴി അടുത്ത ജനറേഷനിലുള്ള മെയിലിലേക്ക് വരും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് വരിക. ഒരു ജനറേഷനിലുള്ള മെയിലിൽ നിന്നും അടുത്ത ജനറേഷനിലുള്ള ഫീമെയിലിലേക്ക് പോകും, ആ ഫീമെയിലിൽ നിന്നും വീണ്ടും അതിൻ്റെ അടുത്ത ജനറേഷനിലുള്ള മെയിലിലേക്ക് വരും. ഇങ്ങനെയാണ് എക്സ് ലിങ്ക്ഡ് അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എക്സ് ലിങ്ക്ഡ് അസുഖങ്ങളുടെ ഇൻഹെറിറ്റൻസ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്നുകൂടി പറയാം. ഈ ഇൻഹെറിറ്റൻസിനെ ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ടു ഗ്രാൻഡ് സൺ ത്രൂ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഡോട്ടർ ആണല്ലോ ഇത്. ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ ഡോട്ടർ, ഇങ്ങനെയാണ് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നത്. എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിന്റെ സ്പെഷ്യാലിറ്റിയാണ് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ഗ്രാൻഡ് സണ്ണിലേക്ക് പോകും ത്രൂ ഡോട്ടർ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് is called as criss-cross inheritance. Criss-cross inheritance. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ എക്സ് ലിങ്ക്ഡ് ഡിസീസിന്റെ ഇൻഹെറിറ്റൻസ് ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ ഡോട്ടർ, ഇങ്ങനെ പോകുന്ന എക്സ് ലിങ്ക്ഡ് ഡിസീസിന്റെ ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. അപ്പൊ എക്സാമിന് ചോദിക്കാം എന്താണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്, ഇത് ആരാണ് കാണിക്കുന്നത്? ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നത് എക്സ് ക്രോമസോമിലെ ജീനുകളാണ്. ഈ എക്സ് ക്രോമസോമിലെ ജീനുകളുടെ അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ജീനുകളാണ് ഇങ്ങനെ കാണിക്കുന്നത്. എക്സ് ലിങ്ക്ഡ് ജീനുകൾ എല്ലായ്പ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ ഡോട്ടർ, അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും അച്ഛനിൽ നിന്ന് നേരിട്ട് മകനിലേക്ക് വരില്ല, ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്, അതായത് ഗ്രാൻഡ് ഫാദർ ടു ഗ്രാൻഡ് സൺ ത്രൂ ഡോട്ടർ. ദിസ് ടൈപ്പ് ഓഫ് inheritance of a disease from grandfather to grandson through daughter. This type of inheritance is called as criss-cross inheritance. Okay ആണല്ലോ, criss-cross inheritance. ഇത് കാണിക്കുന്നത് എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. എങ്ങനെയെന്ന്, ഒരു അഫക്റ്റഡ് മെയിലും കാരിയർ ഫീമെയിലും തമ്മിലുള്ള ഒരു മാരേജിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും നോക്കാം. അഫക്റ്റഡ് മെയിലും കാരിയർ ഫീമെയിലും തമ്മിലുള്ള ഒരു മാരേജിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്നത് അഫക്റ്റഡ് മെയിലും കാരിയർ ഫീമെയിലും തമ്മിലുള്ള ഒരു ക്രോസ് ആണ് നമ്മൾ നോക്കുന്നത്. അഫക്റ്റഡ് മെയിൽ എന്ന് പറയുമ്പോൾ XCY ആൻഡ് കാരിയർ ഫീമെയിലായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. കാരിയർ ഫീമെയിൽ എന്ന് പറയുമ്പോൾ XXC. ഓക്കെ, ഇവിടെ ഇയാൾ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. XC ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം, Y ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം. ഇവരും രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നോർമൽ X ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം, ഈ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള X ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം. നോർമൽ X ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം, കളർ ബ്ലൈൻഡ് X ഉള്ള ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യാം. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് XXC എന്നുള്ള കണ്ടീഷൻ വരും. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ XCXC എന്ന കണ്ടീഷൻ വരും. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ XY, ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ XCY. ഓക്കെ ആണല്ലോ. എന്തായിരുന്നു? അഫക്റ്റഡ് മെയിലും കാരിയർ ഫീമെയിലും തമ്മിലുള്ളതായിരുന്നു. അഫക്റ്റഡ് മെയിൽ ആൻഡ് കാരിയർ ഫീമെയിൽ ആയിരുന്നു. അപ്പൊ ഇതെന്താണ്? ഇതും ഫീമെയിൽ ആണ്. ഇവർ രണ്ടുപേരും ഫീമെയിൽ ആണ്, ഇവർ രണ്ടുപേരും മെയിൽ ആണ്. ഈ ഫീമെയിൽ തന്നെ ഒരാൾ നോർമൽ ബട്ട് കാരിയർ ആണെങ്കിൽ ശരി, ഇപ്പൊ നോർമൽ ആണല്ലോ, ഇവർ അഫക്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ മെയിൽ എടുത്താലും ഇവർ നോർമൽ ആണ്, ഇവരും അഫക്റ്റഡ് ആണ്. അപ്പോൾ
ടോട്ടൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ 50%ഉം അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ചാൻസേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, സെക്കൻഡ് കുഞ്ഞു ഇങ്ങനെ ആയിരിക്കും, തേർഡ് കുഞ്ഞു ഇങ്ങനെ ആവാം. പക്ഷെ ചാൻസ് നമ്മൾ പറയുകയാണ് ടോട്ടൽ 4 കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള 4 ടൈപ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ പകുതി പേരും അഫക്റ്റഡ് ആയിരിക്കും. ടോട്ടൽ ഇവിടെ 4 പേരുള്ളതിൽ ഇവിടെ 2 പേര് അഫക്റ്റഡ് ആണ് അല്ലെ, ഇവരും അഫക്റ്റഡ് ആണ് ഇവരും അഫക്റ്റഡ് ആണ്. അതുപോലെ ഫീമെയിൽസിന്റെ പകുതി അഫക്റ്റ് ആണ്. 50% ഫീമെയിൽ, 2 ഫീമെയിൽ ഉണ്ട്, അതിന്റെ പകുതിയും ഒരാൾ അഫക്റ്റഡ് ആണ്. അപ്പൊ 50% ഓഫ് ഫീമെയിൽ അഫക്റ്റഡ് ആണ്, 50% ഓഫ് മെയിൽ അഫക്റ്റഡ് ആണ്, 50% ഓഫ് ടോട്ടൽ ചിൽഡ്രൻ അഫക്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ടോട്ടൽ ചിൽഡ്രന്റെ 50%, 4ൽ 2 പേരും അഫക്റ്റഡ് ആണ്. ഇനി ഫീമെയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഫീമെയിലിന്റെ 2ൽ 1, അതായത് 50% അഫക്റ്റഡ് ആണ്. ഇനി മെയിൽസ് മാത്രം എടുക്കുകയാണ്, സൺഡ് കേസ് മാത്രം എടുക്കുകയാണ്, അന്നേരം 50%, 2ൽ ഒരാൾ അഫക്റ്റഡ് ആണ്, 50% അഫക്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് കണ്ടീഷൻസ് വരിക. ഇതുപോലെ തന്നെയാണ് എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളുടെയും ഇൻഹെറിറ്റൻസ് ഇങ്ങനെ തന്നെയാണ് വരിക. നമ്മൾ അടുത്ത പറയുന്നത് ഹീമോഫീലിയയുടെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ പറയുന്നത് രണ്ടാമത്തെ മെന്റേലിയൻ ഡിസോർഡർ, അതാണ് ഹീമോഫീലിയ. ഹീമോഫീലിയയുടെ സ്പെഷ്യാലിറ്റി ഇതും എക്സ് ലിങ്ക്ഡ് ആണ്, റിസസീവ് ഡിസീസ് ആണ്. ഒരു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിസസീവ് ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഹീമോഫീലിയയും. ഓക്കെ ആണല്ലോ. കളർ ബ്ലൈൻഡ്നെസ്സിൽ കളർ തിരിച്ചറിയാൻ കഴിയുന്നില്ല. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നു റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞ ഹീമോഫീലിയ ഇതും എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. ഇത് ബ്ലഡ് ക്ലോട്ട് ആകാതെ വരുന്നു. ഒരു വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ വൂണ്ട് വഴി ബ്ലഡ് എല്ലാം പോകും. കാര്യം ബ്ലഡ് ക്ലോട്ട് ആകാതെ വരുന്നു. ഏതെങ്കിലും ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ്. എന്തെങ്കിലുമൊക്കെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആബ്സെന്റ് ആകുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഹീമോഫീലിയ. ഇറ്റ് ഈസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് blood clotting factor. ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആബ്സെന്റ് ആകുന്നതുകൊണ്ടുള്ള അസുഖമാണ് ഹീമോഫീലിയ. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ക്വീൻ വിക്ടോറിയയുടെ മക്കൾക്കായിരുന്നു. അപ്പൊ ക്വീൻ വിക്ടോറിയക്കില്ല, ക്വീൻ വിക്ടോറിയയുടെ മക്കൾക്കായിരുന്നു ഈ അസുഖം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖത്തിനെ പറയുന്ന പേരാണ് റോയൽ ഡിസീസ്. ഒരു രാജകുടുംബത്തിലാണല്ലോ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റോയൽ ഡിസീസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. റോയൽ ഡിസീസ്. കാര്യം ക്വീൻ വിക്ടോറിയക്കല്ല, ക്വീൻ വിക്ടോറിയയുടെ മക്കൾക്കാണ് ഈ അസുഖം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റോയൽ ഡിസീസ് എന്ന് വിളിക്കുക. ഓക്കെയാണല്ലോ. അപ്പൊ ഇതിന്റെ ഇൻഹെറിറ്റൻസും നമ്മള് കളർ ബ്ലൈൻഡ്നെസിന്റെ ഇൻഹെറിറ്റൻസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ നോർമൽ മെയിൽ, ഇപ്പൊ ഇങ്ങനെ മെയിൽ 3 കണ്ടീഷൻ, ഫീമെയിൽസ് 3 കണ്ടീഷൻ വരാം. XX വരാം, XXH വരാം. XXH ഫോർ ഹീമോഫീലിയ, അതായത് ഈ X ക്രോമസോമിലാണ് ഹീമോഫീലിയക്ക് കാരണമായി ജീൻ ഇരിക്കുന്നത്. ഇനി അടുത്തൊന്നാണ് XHXH. അപ്പൊ ഇത് അഫക്റ്റഡ് ആയിരിക്കും. ഇത് നോർമൽ ബട്ട് ക്യാരിയർ ആയിരിക്കും. ഇത് നോർമൽ ആയിരിക്കും. അതുപോലെ മെയിൽ 2 കേസിൽ വരാം. XY അത് നോർമൽ ആയിരിക്കും. ഇനി XHY അത് അഫക്റ്റഡ് ആയിരിക്കും. ഈ 2 കണ്ടീഷനിലാണ് മെയിൽ വരിക. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്തൊരു ഡിസീസ് ആണ് നമ്മൾ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ ആണല്ലോ. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ ഡിസീസ് ആണ്. ഓട്ടോസോമിലാണ്, അതായത് എക്സ് ക്രോമസോമിലും വൈ ക്രോമസോമിലും ഒന്നുമല്ല. അതൊരു ഓട്ടോസോമിനെ അഫക്ട് ചെയ്യുന്നതാണ്. അതായത് സെക്സ് ക്രോമസോം അല്ലാത്ത ക്രോമസോമിനെ അഫക്ട് ചെയ്യുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ ആണല്ലോ. മാത്രമല്ല ഇറ്റ്സ് എ റിസസീവ് ഡിസീസ്. സിക്കിൾ സെൽ അനീമിയ ഈസ് എ റിസസീവ് ഡിസീസ്. ഓക്കെ ആണല്ലോ. ഇത് നോർമലി അഫക്ട് ചെയ്യുന്ന RBC ആണ്. നോർമൽ RBCയുടെ ഷേപ്പ്, നമ്മൾ റെഡ് ബ്ലഡ് സെൽ ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് കോർപ്പസ് സെൽസ്, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബൈകോൺകേവ് ഡിസ്ക് ആണ്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ് റെഡ് ബ്ലഡ് കോർപ്പസ് സെൽസ് അല്ലെങ്കിൽ RBC അല്ലെങ്കിൽ നമ്മളുടെ എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ. ഈ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ഉള്ള ഇവര് നേരെ അതിന്റെ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആയി ഒരു സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നതാണ്. ഈ ഒരു ഷേപ്പിലേക്ക് RBC മാറും. ഇതാണ് സിക്കിൾ സെൽ അനീമിയയുടെ കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാകും. ന്യൂക്ലിയസ് ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ ഒക്കെ ഉണ്ടാകും. പക്ഷെ ആ ഹീമോഗ്ലോബിൻ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു, ഹീമോഗ്ലോബിൻ ഉണ്ടാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഹീമോഗ്ലോബിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഹീമോഗ്ലോബിൻ ആവില്ല. ന്യൂക്ലിയസ് ഇല്ല കേട്ടോ, RBCക്ക് ന്യൂക്ലിയസ് ഇല്ല.
അപ്പൊ ഇതിന്റെ ഉള്ളിലും ഹീമോഗ്ലോബിൻ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കാണുന്ന നോർമൽ ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പ് ആയിട്ടുള്ള RBCക്കുള്ളിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ഫംഗ്ഷണൽ ആയിരിക്കും. എന്നാൽ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഹീമോഗ്ലോബിൻ നോൺ ഫംഗ്ഷണൽ ഹീമോഗ്ലോബിൻ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ കാണുക. സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഈ അതിന്റെ ഉള്ളിൽ കാണുക, RBCക്കുള്ളിൽ കാണുക. ഓക്കെ ആണല്ലോ. ഇതാണ് സിക്കിൾ സെൽ അനീമിയയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ സിക്കിൾ സെൽ അനീമിയയുടെ കേസ് നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ S വെച്ച് നമുക്ക് എടുക്കാം, സ്മോൾ s വെച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് വലുതായിട്ടും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ അഫക്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനെയാണ്. ഹീമോഗ്ലോബിന് 4 ചെയിൻ ഉണ്ട് ടോട്ടൽ. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ചേർന്നാണ് ഒരു ഹീമോഗ്ലോബിൻ. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ചേർന്നാണ് ഹീമോഗ്ലോബിൻ. അതിലെ ഈ ബീറ്റ ചെയിനിനെയാണ് അഫക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഈ ബീറ്റ ചെയിന്റെ 6th പൊസിഷനിലുള്ള ഒരു അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റി അവിടേക്ക് വാലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് വരും. അപ്പോൾ വാലിൻ ഇൻ പ്ലേസ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്. വാലിൻ ഇൻ പ്ലേസ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് എവിടെ? അറ്റ് 6th പൊസിഷൻ ഓഫ് ബീറ്റ ചെയിൻ ആണ് വരുന്നത്. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് അഫക്ട് ചെയ്യുന്നത് 11th ക്രോമസോം ആണ് കേട്ടോ. അറ്റ് 11th ക്രോമസോമിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഇതിന്റെ കാരണമായി ജീൻ ഇരിക്കുന്നത് 11th ക്രോമസോമിനാണ്. ഇത് എൻട്രൻസിൽ നോക്കുന്നവർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ബീറ്റ ചെയിൻ രണ്ടെണ്ണം ഉണ്ട്, ആൽഫയും ബീറ്റയും ഉണ്ട്. അതിലെ ബീറ്റ ചെയിന്റെ 6th പൊസിഷനിൽ വരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ആ ഗ്ലൂട്ടാമിക് ആസിഡ് പകരം വാലിൻ വരുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. ഇതിന് കാരണം ഒരു മ്യൂട്ടേഷൻ ആണ്, ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. GAG എന്ന് പറയേണ്ട ഒരു കോഡോൺ എന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. GAG എന്ന് പറയേണ്ട ഒരു കോഡോൺ മാറി GUG ആവുന്നു. ഇത്രയേ ഉള്ളൂ. GAG to GUG വരുന്നു. ഈ GAG വരുമ്പോഴാണ് ഗ്ലൂട്ടാമിക് ആസിഡ് വരേണ്ടത്. അതിന് പകരം GUG വന്നു കഴിഞ്ഞാൽ വാലിനാകുന്നു. എന്നാൽ GAG to GUG എന്നുള്ളൊരു പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. അത് കാരണമാണ് GAG എന്ന് പറയേണ്ട ഒരു കോഡോൺ വെച്ചാൽ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയാണ്. GAG എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. GUG വന്നു കഴിഞ്ഞാൽ വാലിൻ. അങ്ങനെ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. GAG to GUG എന്നുള്ളൊരു മ്യൂട്ടേഷൻ വരുന്നു. അങ്ങനെ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റി അവിടെ വാലിൻ വരുന്നു. ഏത് പൊസിഷനിലാണ്? 6th പൊസിഷൻ ഓഫ് ബീറ്റ ചെയിൻ. ഇതാണ് ബീറ്റ ചെയിന്റെ സീക്വൻസ്. ആദ്യം വാലിൻ, ഹിസ്റ്റിഡിൻ, ല്യൂസിൻ, ത്രയോണിൻ, പ്രൊലീൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് നോർമൽ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിൻ. എന്നാൽ ഈ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റി ഇവിടേക്ക് വാലിൻ വരുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയക്കുള്ള കാരണം. അതിനുള്ള അൾട്ടിമേറ്റ് റീസൺ എന്താണ്? GAG to GUG. GAG എന്നുള്ള കോഡോൺ മാറി GUG എന്നുള്ള കോഡോൺ ആയിട്ട് മാറുന്നു. അപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റി അവിടെ വാലിൻ വരുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് സിക്കിൾ സെൽ അനീമിയക്കുള്ള കാരണം. ഈ സമയത്താണ് നമ്മുടെ RBC ഡിസ്റ്റോർട്ടഡ് ഷേപ്പിലേക്ക് പോകുന്നത്. ഈ ഒരു സമയത്താണ്. ഓക്കെ ആണല്ലോ. 4ാമത്തെ ഡിസോർഡർ ആണ് തലസീമിയ. തലസീമിയ എന്തെന്നറിയാമോ? അവിടെ ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന അസുഖമാണ് തലസീമിയ. ഡ്യൂ ടു ഡിക്രീസ് ഇൻ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ. HB എന്നാണ് നമ്മൾ ഹീമോഗ്ലോബിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. എന്നാൽ സിക്കിൾ സെൽ അനീമിയയിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ നോൺ ഫങ്ഷണൽ ആണ്. ഇതങ്ങനെയല്ല, ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതേ ഇല്ല. ഹീമോഗ്ലോബിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് പറയാം തലസീമിയയും ഒരു ഓട്ടോസോമൽ ഡിസീസ് തന്നെയാണ് കേട്ടോ. തലസീമിയയും ഓട്ടോസോമൽ ഡിസീസ് തന്നെയാണ്, റിസസീവ് ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം തലസീമിയക്ക് കാരണം തലസീമിയ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് എഫക്റ്റ് ആണ്. കാര്യം
ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നു. എന്നാൽ സിക്കിൾ സെൽ അനീമിയയുടെ കേസിൽ ക്വാളിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ആണ് കുറഞ്ഞു പോകുക. അവിടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിന് ക്വാളിറ്റി ഇല്ലാത്ത ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ നമുക്ക് പറയാം സിക്കിൾ സെൽ അനീമിയ ക്വാളിറ്റേറ്റീവ് എഫക്റ്റ് ആണ്. സിക്കിൾ സെൽ അനീമിയ ക്വാളിറ്റേറ്റീവ് ആണ്, എന്നാൽ കാര്യം അവിടെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട് ബട്ട് ലെസ് ക്വാളിറ്റി ഉള്ളതാണ്. എന്നാൽ തലസീമിയയുടെ കേസിൽ തലസീമിയ ക്വാണ്ടിറ്റേറ്റീവ് എഫക്റ്റ് ആണ്. അവിടെ തലസീമിയയുടെ കേസിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതേ ഇല്ല, ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കുറഞ്ഞു പോകുന്നു. ഓക്കെ ആണല്ലോ. നമുക്ക് രണ്ടു തരത്തിൽ പറയാം. ഇത് ആൽഫ ചെയിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ബീറ്റ ചെയിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ആൽഫ ചെയിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ആൽഫ തലസീമിയ. ആൽഫ ചെയിനെ അഫക്ട് ചെയ്യുന്നതാണെങ്കിൽ ആൽഫ തലസീമിയയും ബീറ്റ ചെയിനെ അഫക്ട് ചെയ്യുന്നതാണെങ്കിൽ ബീറ്റ തലസീമിയ എന്ന് പറയും. അപ്പൊ തലസീമിയ നമുക്ക് രണ്ടു തരത്തിൽ പറയാം, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. ആൽഫ തലസീമിയക്ക് കാരണം HbA1 HbA2 രണ്ട് ജീനുകൾക്ക് ഏതെങ്കിലും ഒന്നിലും മ്യൂട്ടേഷൻ വരുന്നതാണ്. HbA1 HbA2 ഇത് രണ്ടും ഇരിക്കുന്നത് 16th ക്രോമസോമിലാണ് ഇത് രണ്ട് ജീന് ഇരിക്കുന്നത്. അപ്പൊ ആൽഫ തലസീമിയക്ക് കാരണം HbA ഫോർ ആൽഫ, HbA1 HbA2 ഈ രണ്ട് ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ, രണ്ട് ജീനിൽ ഏതെങ്കിലും ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ്. ഇത് നടക്കുന്നത് 16th ക്രോമസോമിലാണ്. ഓക്കെ ആണല്ലോ. ബീറ്റ തലസീമിയക്ക് കാരണം ഒരു ജീൻ മാത്രമേ ഉള്ളൂ, HbB എന്ന് പറഞ്ഞ ഒരു ജീൻ മാത്രമേ ഉള്ളൂ. അതിരിക്കുന്നത് 11th ക്രോമസോമിലാണ്. ഈ 11th ക്രോമസോമിൽ ഇതേ ജീനിനെ തന്നെയാണ് സിക്കിൾ സെൽ അനീമിയയും അഫക്ട് ചെയ്യുന്നത്, ഇതേ ജീനിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ബീറ്റ തലസീമിയ HbB ജീൻ കാരണമാണ് ഇരിക്കുന്നത് 11th ക്രോമസോമിലാണ്. ആൽഫ തലസീമിയ രണ്ട് ജീനിൽ ഏതെങ്കിലും ഒന്നിനെ അഫക്ട് ചെയ്യാം. HbA1 HbA2 രണ്ടും ഇരിക്കുന്നത് 16th ക്രോമസോമിലാണ്. ഓക്കെ ആണല്ലോ. ഈ ബീറ്റ തലസീമിയ അഫക്ട് ചെയ്യുന്ന സെയിം ജീനിൽ തന്നെയാണ് സിക്കിൾ സെൽ അനീമിയയും അഫക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ.